നമ്മുടെ അന്തരീക്ഷത്തിന്റെ മലിനീകരണം, അന്തരീക്ഷത്തിലുള്ള മറ്റു പല ഘടകങ്ങൾ, രാസവസ്തുക്കൾ, അതേപോലെ തന്നെ അലർജി ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ ശ്വാസകോശത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ കൊണ്ട് കൊച്ചു കുട്ടികൾക്ക് പോലും വിട്ടുമാറാത്ത ചുമ, ശ്വാസകോശത്തിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, ആസ്മ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് ഇവിടെ കൊണ്ടും തീരുന്നില്ല. വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് വരുന്ന ഇൻഫെക്ഷൻസോ മുതിർന്നവർക്ക് വരുന്ന ആസ്മ പോലുള്ള പ്രോബ്ലംസോ, എന്തിനേറെ പറയുന്നു ക്യാൻസർ രോഗത്തിന് പോലും ഇതൊരു പ്രധാന കാരണമാകും. ശ്വാസകോശത്തിൽ അമിതമായിട്ട് ഇത്തരത്തിലുള്ള അപകടകാരികളുടെ ഫ്രീ റാഡിക്കലുകളെ മാറ്റി ശ്വാസകോശത്തെ ശുചീകരിക്കുന്നതിന് സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ തന്നെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളെ പരിചയപ്പെടുത്താം. ഒന്നാമത്തത് ചീരയും ഇലക്കറികളും ഉലുവ പോലുള്ള ഘടകങ്ങളാണ്. ഇവയ്ക്കകത്ത് ഉയർന്ന അളവിലുള്ള ആന്റി ഓക്സിഡൻസ് ശ്വാസകോശത്തിൽ വരുന്ന ഇത്തരം അപകടകാരികളുടെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും കോളിഫ്ലവർ, ക്യാബേജ്, ബ്രോക്കോളി, റാഡിഷ് പോലുള്ള ഭക്ഷണങ്ങളാണ്. ഇവയ്ക്കകത്ത് സൾഫറാഫൈൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശ്വാസകോശത്തിനെ ഈ ഡീടോക്സിഫൈ ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും. മൂന്നാമത്തെ ഘടകം വൈറ്റമിൻ സി ആണ്. കോവിഡ് കാലത്ത് ശ്വാസകോശത്തിന് വൈറ്റമിൻ സി എത്രത്തോളം പ്രധാനമാണെന്നുള്ളത് നിങ്ങൾക്ക് അന്നേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് പേരയ്ക്കകത്ത്, നെല്ലിക്കകത്ത്, കൂടാതെ ഓറഞ്ച്, മാതളം പോലുള്ള ഭക്ഷണങ്ങൾക്കകത്ത്, ക്യാപ്സിക്കം പോലുള്ള പച്ചക്കറികൾക്കകത്തെല്ലാം ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. പതിവായിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അടുത്തത് കരോട്ടിനോയിഡ്സ് ആണ്. അതായത് വൈറ്റമിൻ എയുടെ പ്രീകസേഴ്സ് ആണ്. ഉയർന്ന അളവിൽ കരോട്ടിനോയിഡ്സ് എത്തുന്നത് ശ്വാസകോശത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ക്യാരറ്റ്, ബീട്രൂട്ട്, പപ്പായ, മുട്ട പോലുള്ളവയ്ക്കകത്ത് വൈറ്റമിൻ എ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. കരോട്ടിനോയിഡ്സും അടങ്ങിയിട്ടുണ്ട്. ബീട്രൂട്ട് പോലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുക. മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് നോക്കുക, കരോട്ടിനോയിഡ്സ് കിട്ടും. അടുത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ് ആണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള, ചൂര, അയല പോലുള്ള മത്സ്യങ്ങൾക്കകത്ത് ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. ഇത് ഒരേ സമയം ശ്വാസകോശത്തിനെയും തലച്ചോറിനെയും ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നതിനും ചുരുങ്ങുന്നതിനും നമ്മുടെ ശ്വാസകോശത്തിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. പ്രത്യേകിച്ച് സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ സീഡ്, അതേപോലെ നമുക്ക് ബദാമിനകത്ത്, അവക്കാഡോയ്ക്കകത്തെല്ലാം ഉയർന്ന അളവിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക. നിങ്ങളുടെ കുട്ടികളെ ശീലിപ്പിക്കുക. നമ്മുടെ ന്യൂ ജനറേഷന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ. വെറുതെ എന്തിനാണ് നമ്മുടെ ശ്വാസകോശം നശിപ്പിക്കുന്നത്?